ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ പറയുന്നത് സെക്കൻഡ് പാർട്ടാണ്. ഇനി കാണാൻ പോകുന്ന വീഡിയോയുടെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതിൻ്റെ ലിങ്ക് എന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും നോക്കിയാൽ മതി. അപ്പം ഈ എപ്പിസോഡിനകത്ത് കാണിക്കുന്ന കാര്യം കാർത്തികയുടെ കള്ളത്തരങ്ങളെല്ലാം ഓൾമോസ്റ്റ് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പം ആ പൊളിഞ്ഞ വിധവും എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഫസ്റ്റ് പാർട്ടിനകത്തുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ഒരു ഭാഗം തന്നെയാണ്. പിന്നെയാണ് കാണിക്കുന്നത് കാർത്തിക സത്യഭാമയുടെ കാലിലങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് കിടന്ന് കരയോ, സത്യാമ്മയെ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടല്ലേ, എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടല്ലേ, സത്യാമ്മ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയം. അപ്പോൾ ഇതൊക്കെ കണ്ട് കാർത്തികയുടെ അച്ഛനമ്മയൊക്കെ ഞെട്ടി നിൽക്കുവാണ്. പക്ഷേ ശാലിനി ചിന്തിക്കുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും അഭിനയിച്ചോ, പക്ഷേ നിൻ്റെ റോൾ ഇതോടെ തിന്നൊക്കെ ശാലിനിയും വിഷ്ണുവൊക്കെ സമാധാനം തിരിക്കും, എന്തായാലും ഈ മാറണം ഇന്നത്തോടെ ഒഴിയുമല്ലോ എന്നൊക്കെ വിഷ്ണുവൊക്കെ മനസ്സിൽ ചിന്തിക്കുമോ. പക്ഷേ ഇവളുണ്ടോ, ഇവൾ അഭിനയം അങ്ങ് തകർക്കുവാണ്. സത്യാമ്മ ഞാൻ സത്യാമ്മയുടെ പ്രൗഢിയും സത്യാമ്മ എല്ലാവരെയും വരച്ച് നിർത്തുന്ന ആ ഒരു സത്യാമ്മയുടെ ആകർഷകമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റം കണ്ടപ്പം ഞാൻ ഭയങ്കര രീതിയിൽ ഇമ്പ്രസ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് സത്യാമ്മ വിട്ടുപോകാൻ മനസ്സില്ല. സത്യാമ്മ ഞാൻ വലിയ തെറ്റൊന്നുമല്ല ചെയ്തത്, ഞാൻ ഒരു കള്ളത്തരം പറഞ്ഞു, അതെൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയ ഒരു തെറ്റാണ്, അത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ഒരാളെ സ്നേഹിച്ചു, ആ സ്നേഹിച്ച വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇറങ്ങി വന്നത്, അല്ലാതെ ഞാൻ സ്നേഹിച്ച ആളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടത്, അതോ ഇവർ കാണിച്ച ആളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടത്. സത്യാമ്മ തന്നെ പറഞ്ഞു, സ്നേഹിച്ച ഒരു വ്യക്തി ഉപേക്ഷിക്കുന്നത് തെറ്റല്ലേ, ആ ഒറ്റൊരു കാര്യം കൊണ്ട് ഞാൻ ചെയ്ത ഒരു പൊട്ട ബുദ്ധി പറഞ്ഞു പോയി കള്ളത്തരം, അതിന് എന്നോട് സത്യാമ്മയ്ക്ക് ക്ഷമിച്ചൂടെ, സത്യാമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് പറഞ്ഞിട്ട് ഭയങ്കര കഷ്ടം, എന്നെ ഇവരുടെ കൂടെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും നാൾ വളർത്തിയ അച്ഛനും അമ്മയും തള്ളി പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട സത്യഭാമയുടെ കാലിൽ വീണ് ഇത്രയും കരയുന്നത്. സത്യഭാമ ചേച്ചി പുകഴ്ത്തി കൊടുത്തില്ലേ, പണ്ട് മധുശ്രീ പറയുന്ന പോലെ ഞാൻ ആരാധിക്കുന്ന വിഗ്രഹമാണെന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ ഇവളും അതേപോലെ പുകഴ്ത്ത ലൈൻ കൊണ്ടുവന്നപ്പോഴേ സത്യഭാമ അവിടെ ഫ്ലാറ്റായി. അപ്പം തന്നെ രാഘവൻ മനസ്സിലായി, ഓ സത്യഭാമ വീണെന്ന രീതിക്കകത്ത്. അപ്പം ശാലി മനസ്സിൻ്റെ, ഓ നീ നല്ല അടവാണല്ലോ കാർത്തിക് പയറ്റുന്നത്, പക്ഷെ നീ എന്ത് വേണമെങ്കിലും പയറ്റിക്കോ, നിനക്ക് ഇനി ഇവിടെ ഒരു രക്ഷയില്ല, സത്യാമ്മ നിന്നെ എന്തായാലും ഒന്ന് പുറത്താക്കും, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞിട്ട് നിൻ്റെ കോൺഫിഡൻസ് ഒക്കെ അടിപൊളിയാന്നൊക്കെ ശാലിനി മനസ്സിൽ ചിന്തിക്കുക. അപ്പോഴത്തേക്കും ഒരു കാര്യം, സത്യാമ്മ ഞാൻ സ്നേഹിച്ച വ്യക്തിയുടെ ഉള്ളിലും ജീവിക്കേണ്ടത് വീണ്ടും പറയുമ്പോഴത്തേക്കും രാഘവൻ ചോദിക്കുക, നീ ആരെയാണ് സ്നേഹിച്ചത്, നീ അത് പറ, നീ സ്നേഹിച്ചവരാരെന്ന് പറയുമ്പോഴത്തേക്കും രോഹിത് പറയുന്നത്, നീ പറ, നീ ആരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ ജീവിക്കാനും സത്യാമ്മ നിന്നെ എന്താണ് നിന്നെ അവനെ കെട്ടിച്ചു വെക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഇവളെ എണീട്ട്, ഞാൻ പറയാം സത്യാമ്മ, ഞാൻ സ്നേഹിച്ച ആളെക്കുറിച്ച് ഞാൻ പറയാം, ഞാൻ സ്നേഹിച്ച ആളും എന്നെ അതുപോലെ തന്നെ മനസ്സ് കൊടുത്ത് സ്നേഹിച്ചെന്നൊക്കെ പറയുമ്പോൾ രോഹിത് പറയും, നീ പറയടി ആരെയാ നീ സ്നേഹിച്ചെന്നുള്ളത് വെച്ചാൽ പറ, സത്യാമ്മ നിന്നെ അവനെ തന്നെ കെട്ടിച്ച് വെക്കും, സത്യാമ്മ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തുമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയാം സത്യാമ്മ അയാളെക്കുറിച്ച്. അപ്പം ശാലിനി മനസ്സിൽ പറഞ്ഞു കൊടുക്കടി ഹർഷൻ എന്നെ പറയടി എന്ന് ശാലിനി മനസ്സിൽ ചിന്തിക്കോ. നമ്മുടെ വിഷ്ണു ചോദിക്കും, ഓ ഈ ശല്യം ഇന്നത്തോട് ഒഴിഞ്ഞ് കിട്ടുമല്ലേ തലവേദന എന്ന് വിഷ്ണു വീണ്ടും ചിന്തിക്കും. അപ്പോഴത്തേക്കും കാത്തി പറയുന്നത്, ഞാൻ സ്നേഹിച്ച ആൾ ഇവിടെ തന്നെ ഉണ്ട് സത്യാമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുക, ഇവിടെ തന്നെ ഉണ്ടെന്നോ. അപ്പോഴും എല്ലാവരും ഹർഷൻ്റെ പേരാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ പറയും, ഞാൻ സ്നേഹിച്ച ആൾ ഇവിടെ തന്നെ ഉണ്ട് സത്യാമ എന്ന് പറയുമ്പോൾ ആരും സത്യാമ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ സ്നേഹിച്ചതും എന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ടതും മറ്റാരും സത്യമേ ഈ നിൽക്കുന്ന വിഷ്ണുവേട്ടൻ തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവാണ്. ഈ നിൽക്കുന്ന വിഷ്ണുവേട്ടൻ തന്നെ എന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനി എല്ലാവരും അങ്ങ് ഞെട്ടുവാണ്. അകത്തിരിക്കുന്ന രാഘവനും ശ്യാമ എല്ലാം ഞെട്ടി നിൽക്കുവാണ്. സത്യഭാമയ്ക്ക് മാത്രം അടിപൊളിയായിട്ട് രീതിയിൽ ഫ്ലാഷ് ലൈറ്റ് കത്തിയപ്പോഴത്തെ ഒരു സന്തോഷമാണ് കേട്ടോ മുഖത്ത് വരുന്നത്. വർത്താനം കേട്ടെന്ന് വിഷ്ണുവിനങ്ങ് കള്ളത്തരം കേട്ടങ്ങ് സഹിക്കാൻ വയ്യ. വിഷ്ണു എന്ന് പറഞ്ഞു, ഡീ പൊന്നെ നീ എന്തോടി പറയുന്നത്, എന്നിട്ട് നേരെ വന്നിട്ട് വിഷ്ണു എന്താണെന്ന് അറിയോ, ഇവളങ്ങ് ശരിക്കും അങ്ങ് എന്താണെന്ന് അറിയോ, അങ്ങോട്ടേക്കും നല്ല പോലെ ഇതേ ഇവിടെ കർണത്തിനിട്ട് ഓരോന്ന് കൊടുക്കുക. അപ്പം ആ കൊടുത്തിട്ട് വിഷ്ണു വയ്ക്കുമ്പോഴത്തേക്കും വിഷ്ണു ഇവരുടെ എല്ലാം അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഈ വീട്ടുകാരെ എല്ലാം മുന്നിൽ നിർത്തിയാണ്, ഇടി നീ കൊള്ളത്താൻ പറയുന്നില്ലേ, എന്നെ തന്നെ ചതിക്കുന്നു, നിനക്കൊരു ഉപകാരം ചെയ്തിട്ട് നീ എന്നെ ചതിക്കുന്നു പറയുമ്പോഴത്തേക്കും വിഷ്ണുവേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാനൊന്നും ചെയ്തല്ലോ, ഞാൻ സത്യമല്ലേ പറഞ്ഞു കൊടുക്കും വിഷ്ണുവേട്ടൻ എന്നെ സ്നേഹിച്ചല്ലേ, ഞാൻ വിഷ്ണുവിനെ സ്നേഹിച്ചല്ലേ, വിഷ്ണുവേട്ടൻ എനിക്ക് വാക്ക് തന്നുകൊണ്ടല്ലേ ഇനി ശാലി ഒരിക്കലും വിഷ്ണുവേട്ടൻ ജീവിതത്തിൽ വരത്തില്ല എന്നൊക്കെ വിഷ്ണുവേട്ടൻ എന്നോട് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പോലും ഉപേക്ഷിച്ച് വിഷ്ണുവേട്ടൻ്റെ കൂടെ വന്നത്. ഇത് കേൾക്കുമ്പം വിഷ്ണുവിൻ്റെ ഈ ഒരു പ്രവൃത്തിയും അതുപോലെ കാർത്തികയുടെ വാക്ക് കേൾക്കുമ്പോൾ സത്യഭാമ ഞെട്ടി നിൽക്കുന്ന, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാർത്തികയുടെ അച്ഛനമ്മ എന്താണ് വിഷ്ണു അങ്ങനെ ഒരു വാക്ക് കൊടുത്തു എന്ന രീതി അവരെ ഞെട്ടി അങ്ങ് നിൽക്കുവാണ്. അവിടെ വിഷ്ണു, ഡീ നീ വീണ്ടും കൊള്ളത്തരം പറയുന്നതിൻ്റെ വീണ്ടും വന്നിട്ട് ഇതാക്കുമ്പോഴത്തേക്കും സത്യഭാമ പിടിച്ചുകൊണ്ട് മാറ് വിഷ്ണു എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു അങ്ങ് മാറി, അമ്മ ഇതിൽ ഇടപെടില്ല, ഇവൾ പറയുന്ന മൊത്തം കള്ളത്തരം എന്നതിന് വിഷ്ണു എന്താണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അമ്മയെടുത്ത് തുറന്നു പറയാം. അമ്മേ ഞാൻ ഒരു കാര്യം പറയാം, ഇവൾ പറയുന്ന ഒന്നുമല്ല സത്യം, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്ന് മധുശ്രീയായിട്ട് അമ്മ എനിക്ക് കല്യാണം നടത്താൻ പോയപ്പോഴത്തേക്കും അതൊന്ന് ഒഴിവാകാൻ വേണ്ടി ആ സമയത്ത് ഇവളെയും കൂടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി മാത്രം തൽക്കാലത്തേക്ക് ഞാനൊരു ഭാര്യ എന്ന രീതിയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയൊന്നും ഞാൻ കെട്ടിയ താലിയൊന്നുമില്ല, ഊരടി ആ താലി എന്നിട്ട് വീണ്ടും വിഷ്ണു എന്താ പറയുക അങ്ങോട്ടേക്ക് ആഞ്ഞ് എന്താണ് ആ താലി പിടിച്ച് പറിക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴത്തേക്കും വിഷ്ണു കേട്ടാ എൻ്റെ താലി ഊരല്ലേ, ഞാൻ ഇതൊരു വിശ്വാസത്തിൽ കെട്ടി, എടി ഈ താലി ഞാൻ അതോടെ കെട്ടിയത്, നീ എന്തിനാണ് ഇതും കെട്ടി പിടിച്ചോണ്ടിരുന്നത്, അയ്യോ അതെൻ്റെ വിശ്വാസം വിഷ്ണുവേട്ട, ഇങ്ങനെ എന്തിനൊക്കെ കാണിക്കുന്നത് വിഷ്ണുവേട്ടൻ, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊന്നും അല്ല എന്നല്ലോ, എന്നോട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് വിഷ്ണുവേട്ട, എന്നെ ഉപേക്ഷിക്കില്ല വിഷ്ണുവേട്ട എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, ഇവള് തകർത്ത് അഭിനയിക്കുക, എന്തോ വിഷ്ണു തന്നെയാണ് ഇവളെ സ്നേഹിച്ച് ഇതാക്കിയെന്നുള്ള രീതിയിൽ അത്രയ്ക്കങ്ങ്
ഒക്കെ പറഞ്ഞങ്ങ് ധരിപ്പിക്കുക. അപ്പോഴത്തേക്കും ഈ വിഷ്ണു ആണെങ്കിൽ സത്യങ്ങളൊക്കെ പറയുമ്പോഴത്തേ രാഘവേട്ടൻ ചിന്തിക്കുക, ഓ ഇതായിരുന്നല്ലേ സംഭവങ്ങളൊക്കെ, ഇത് ഇവന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന രീതി രാഘവേട്ടൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയും വിഷ്ണുവൊക്കെ ഞെട്ടി നിൽക്കുന്ന ഇവളുടെ ഈ കള്ളത്തരം കൊണ്ടാണ്. പക്ഷേ എന്നാൽ ഈ കള്ളത്തരം എവിടം വരെ പോകുന്നു തന്നെ ശാലിനി നോക്കിക്കൊണ്ടിരിക്കുക. ശാലിനിക്ക് അപ്പോഴും കോൺഫിഡൻസ് ഒന്നും നഷ്ടപ്പെട്ടില്ല. കാരണം വിഷ്ണുവായിട്ട് എൻ്റെ തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ തല ഉയർത്തി തന്നെ അങ്ങ് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും എന്താണ് കാർത്തിക വീണ്ടും കിടന്ന് ഭയങ്കര അഭിനയിക്കും. വിഷ്ണു എന്താണ് ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമോ, ഇടീ നിൻ്റെ താലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. സത്യമായി രണ്ടുപേർക്ക് നടുക്ക് നിന്ന് റെഫറിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ ശാലിനി ആണെങ്കിൽ ഒരു കുലുക്കമില്ല, എവിടം വരെ പോകുന്നുള്ള രീതി നോക്കാൻ. ഇവളുടെ ഒരു ഡ്രാമ ഒരു പരിധിക്ക് വിട്ട് ആയപ്പോഴത്തേക്കും കാർത്തികയുടെ അച്ഛൻ ദേഷ്യം, കാർത്തികേ മതിയാക്ക്, നിൻ്റെ അഭിനയം മതിയാക്ക്, സത്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം, നിൻ്റെ അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. അപ്പം നീ ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് വെറുതെ ഈ മാഡത്തിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. നീ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ അഭിനയം ഇതോടെ നിർത്തി മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്ന നല്ല വന്നിട്ട് കാർത്തികയുടെ കൈ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും സത്യഭാമ അങ്ങ് തടയുവാണ്. തൊട്ട് പോകരുത് അവളെ, ഇപ്പം എൻ്റെ സംരക്ഷണയ്ക്കകത്താ അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്താണ് അനുവാദം മേടിക്കണം, അല്ലാതെ ഇവിടുന്ന് കാർത്തിക ആർക്കും കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പം സത്യഭാമയുടെ മുന്നിൽ കാർത്തികയുടെ അച്ഛൻ നിൽക്കുക, നിങ്ങളുടെ അനുവാദം എനിക്ക് എന്തിനാ വേണ്ടേ, എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുപോകാൻ നിങ്ങളുടെ അനുവാദം എനിക്ക് എന്തിനാ വേണ്ടേ. അപ്പം കാർത്തികയുടെ അച്ഛൻ്റെ മുന്നിൽ തന്നെ സത്യഭാമ വീണ്ടും എന്താണ് പറയുവാണ്, എൻ്റെ അനുവാദമാണ്, ഇത് സത്യഭാമയുടെ വീടാണ്, പിന്നെ നിങ്ങൾ ഇവളുടെ അച്ഛനാന്നുള്ള കാര്യത്തിൽ എനിക്കെന്താ ഉറപ്പ്, നിങ്ങൾ അച്ഛനമ്മയെ നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്കതിനെ സത്യമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണം, നിങ്ങളാണ് ഇവളുടെ അച്ഛനമ്മ എന്നുള്ള കാര്യം നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയാലേ ഇവിടുന്ന് കാർത്തികയെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അമ്മയ്ക്ക് ഇത് കേട്ടങ്ങ് ചൊറിഞ്ഞു വന്നിട്ട് കാർത്തികയുടെ അമ്മ പറയുമോ, നിങ്ങളെന്നെ എന്തോ ബോധ്യപ്പെടുത്തണോ, എന്തോ കാണിക്കണമെന്നോ, എന്നെ കാണിക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട്, അത് കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, അതായത് ഇവളെ 10 മാസം എൻ്റെ വയറ്റിയിട്ട് ചുമന്നില്ലേ, ആ ചുമന്ന എൻ്റെ ഗർഭപാത്രം ഉണ്ടോ, അതെടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതോ അത് നിങ്ങളെ കാണിക്കണോ, പറ്റത്തില്ലോ എന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ അമ്മ എന്താണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. സത്യഭാമ അങ്ങ് വളിച്ചു പോയി നിൽക്കുവാണ്. എന്നിട്ട് കാർത്തികയുടെ അച്ഛൻ പറഞ്ഞു, കാർത്തിക നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വാ, തൊട്ട് പോലെ നിങ്ങളോടാ പറഞ്ഞത്, കൈ എടുത്ത് മാറ്റുന്നതിന് നേരെ കാർത്തികയുടെ അച്ഛൻ്റെ അമ്മയുടെ കൈ എടുത്ത് മാറ്റിയിട്ട് കാർത്തികയുടെ അമ്മയെ നോക്കി പറയാം, അതെ മക്കളെ പ്രസവിച്ചാൽ മാത്രം പോരാ, മക്കളെ നേര് ചൊല്ലി നേർ വഴിക്ക് വളർത്തണം, അല്ലാതെ രീതിക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവരോട് ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്കും കാർത്തികയുടെ അച്ഛനെ ഭയങ്കര ഇൻസൾട്ടായി കാർത്തികയുടെ അച്ഛൻ പറയോ, ഭാഷയില്ല ഇനി ഇവിടെ നിന്ന് വീണ്ടും ഇവളുടെ പേരും പറഞ്ഞ് നാണം കെടാൻ വേണ്ടി വയ്യ, നീ വരുന്നെങ്കിൽ വന്നു എന്നിട്ട് നേരെ അവരെ വിളിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും കാർത്തിക നോക്കി പറയും, കാർത്തികേ നീ കാണിക്കുന്ന എല്ലാം നിൻ്റെ അടവുകളുണ്ടല്ലോ, നീ ജയിക്കാൻ വേണ്ടി കാണിക്കുന്നത്, ഇതിനകത്ത് നിന്നെല്ലാം നീ ചെയ്യുന്നതിനകത്ത് നീ എന്തൊക്കെ വേണം ചെയ്തോ, പക്ഷേ ഈ മാഡത്തിൻ്റെ കണ്ണീരുണ്ടല്ലോ അത് ഒരിറ്റ് താഴെ വീണിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം വെണ്ണീറായി പോടി, നീ ഈ ചെയ്യുന്നതൊക്കെ നീ അനുഭവിക്കും കാർത്തികയെന്ന് പറഞ്ഞിട്ട് കാർത്തികയ്ക്ക് നേരെ നല്ലൊരു ശാപവാക്കം പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ വിഷ്ണു പറയാം, ചേട്ടാ അവിടെ നിൽക്കി ചേട്ടാ എന്നിട്ട് കാർത്തികയുടെ നേരെ എന്താണ് വിഷ്ണുക്ക് ചാടി കയറി പറയാൻ നിന്നിട്ട് സത്യമായിട്ട് പറയാം, അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി, എന്തിനാ സത്യങ്ങളൊന്നും മനസ്സിലാകാത്ത പോലെ രീതി അഭിനയിക്കുന്നത്, അമ്മയ്ക്കിപ്പം വലുത് മോൻ്റെ സന്തോഷം മോൻ്റെ ജീവിതം ഒന്നുമല്ല, അമ്മയുടെ വാശി, അമ്മയ്ക്ക് ഈ ശാലിനിയുടെ മുന്നിൽ എങ്ങനെയെങ്കിലൊക്കെ ജയിക്കണം, ആ ജയിക്കാനുള്ള വാശിയല്ല അമ്മ ഈ കാണിക്കുന്നത്, അമ്മയ്ക്ക് ശാലിനി ഇഷ്ടമല്ല, അതുകൊണ്ട് അവളുടെ മുന്നിൽ ജയിക്കാനായിട്ടല്ലേ അമ്മ എന്ത് കാര്യമാണെങ്കിലും അതിനൊക്കെ കൂട്ടുന്ന ഇത്രയും രീതിയിൽ പ്രവർത്തിക്കുന്നത്, അല്ലാതെ എൻ്റെ സന്തോഷം എൻ്റെ ജീവിതം കണ്ടിട്ടൊന്നും അല്ലല്ലോ. അപ്പം വിഷ്ണു അടുത്ത് പറയുന്നത്, ആണടാ എനിക്ക് ഇവളുടെ മുന്നിൽ ഇവളെ തോപ്പിക്കണം, അത് തന്നെ എൻ്റെ ആവശ്യം, നിനക്കത് മനസ്സിലായല്ലോ, ദാ എൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും കയറി സംസാരിക്കുന്നേ, പണ്ട് നീ ഇങ്ങനെ സംസാരിക്കുമല്ലോ, ഇതിനൊക്കെയുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, നിൻ്റെ കളക്ടർ ഭാര്യയുടെ കയ്യിൽ നിന്ന്, അവളെ കണ്ടപ്പോൾ നീ ഇവക്ക് വാക്ക് കൊടുത്ത എല്ലാ വാക്കും മറന്നു, നീ കാർത്തികയ്ക്ക് ഏതെങ്കിലും രീതിയിൽ കാർത്തികയ്ക്ക് ഒരു നിൻ്റെ അളവിലെങ്കിലും നീ അവളെ വിവാഹം കഴിക്കുന്ന ഒരു മോഹം നീ അവളുടെ മനസ്സിൽ പകർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അവളെ വിവാഹം കഴിച്ചിരിക്കണം, കാർത്തികയെ ഇനി ഞാൻ എൻ്റെ കൂടെ നിർത്തും, അല്ലാതെ അവളെ ഞാൻ എവിടേക്ക് ഇറക്കി വിടത്തില്ല, നീ അവളെ വിവാഹം കഴിച്ചേ പറ്റത്തുള്ളൂ, ഇത് എൻ്റെ വാക്കാണ് എന്ന് പറയുമ്പോഴത്തേക്ക് വിഷ്ണു പറയാം, അമ്മ അങ്ങ് മാത്രം തീരുമാനിച്ചത്, ഒരു പരിധി വരെ അമ്മയുടെ എല്ലാ തീരുമാനങ്ങളും ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല, കാരണം സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ മനഃപൂർവ്വം പ്രവർത്തിക്കുക. എടാ വിഷ്ണു ഞാൻ ഒരു കാര്യം പറയാം, നീ ഇവളുടെ വാക്കും കേട്ടുകൊണ്ട് നീ ഇവളെ ഉപേക്ഷിക്കാൻ നിൽക്കുവാന്നെങ്കിൽ വിഷ്ണു പിന്നെ ഈ സത്യഭാമയുടെ വീടിൻ്റെ പടിവാതിൽ എന്നേക്കായി നിൻ്റെ മുന്നിൽ അടഞ്ഞു കിടക്കും എന്നതും കൂടെ നീ മറക്കരുത്, അതിൻ്റെ പേര് ഇനി സത്യഭാമയ്ക്ക് ഇനി എന്തൊക്കെ സംഭവിച്ചാലും സത്യഭാമയുടെ ആരോഗ്യമൊക്കെ നിനക്ക് അറിയാമല്ലോ, അങ്ങനെ സത്യഭാമ ഇനി ഇല്ലാതായാൽ തന്നെ അത് സാരമില്ല എന്ന് സത്യഭാമ വെക്കുമെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിഷ്ണു എന്താണ് അമ്മയുടെ ഇമോഷണലി ഉള്ള ആ ഒരു ലോക്കിൽ വന്ന് വീണ്ടും വിഷ്ണു വീഴുമ്പോഴത്തേക്കും ശാലിനി ചെയ്യും, സത്യാമ്മയ്ക്ക് നല്ലപോലെ വിഷ്ണുവിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി അറിയാം, വിഷ്ണുവിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി കറക്റ്റ് പോയിൻ്റാണ് സത്യം വിളിച്ചത്, പക്ഷേ സാരമില്ല സത്യാമ്മ എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹത്തിൽ തന്നെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ മുന്നിൽ ശാലിനി എന്താണ് മനസ്സ് ചിന്തിച്ചുകൊണ്ട് അങ്ങ് നെളിഞ്ഞിരിക്കുമ്പം സത്യഭാമയ്ക്ക് എന്താണ് ശാലിനിയുടെ ആ നെളിഞ്ഞുള്ള നിപ്പങ്ങ് ഇഷ്ടപ്പെടാതെ ശാലിൻ്റെ മുന്നിൽ എടി നീ അല്ലേടി ഇപ്പം ഇവൻ്റെ മനസ്സിലിങ്ങനെ ഈഷ്ണിയും ഭീഷണിയും കുത്തിത്തിരിച്ച് ഇങ്ങനത്തെ രീതിക്കകത്താക്കിയത്, എടി നീ വന്ന് എന്ന് കയറിയോ അന്ന് തൊട്ട് ഇവൻ്റെ ജീവിതത്തിൽ കഷ്ടകാലേ വന്നിട്ടുള്ളൂ, അല്ലേ നിന്നെ ഞാൻ ഓരോ നിമിഷം ശപിച്ചുകൊണ്ടിരിക്കും, കാരണം എൻ്റെ മകൻ ഞാൻ പറയുന്ന വാക്ക് കേൾക്കാതെ മാറുന്ന ഓരോ നിമിഷത്തിലും നിന്നെ ഞാൻ ഓരോ വട്ടം ശപിച്ചുകൊണ്ടിരിക്കും, ഇതൊക്കെ പറയുമ്പോൾ രാഘടച്ച് ഇവൾ എന്ത്
ഭ്രാന്തൊക്കെ പറയുന്നത് രാഘവട്ട ഒരു ഭാഗം ചിന്തിക്കണം. അപ്പോഴത്തേക്ക് ശാലിനി എന്താണ് ഇതൊന്നും കേട്ട് ഒരു കൂസലില്ല. നിന്നെ ഞാൻ ഓരോ നിമിഷം വെറുക്കും. നിന്നെ ഒരിക്കലും ഇവൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. നിന്നോട് എനിക്ക് വെറുപ്പാ ശാലിനി തുറന്ന് തന്നെ സത്യഭാമ അത് പറയുവാണ്. എന്നിട്ട് പറയും ദാ ഈ നിൽക്കുന്ന കാർത്തിക ഉണ്ടല്ലോ, ഈ കാർത്തിക ഇവിടെ തന്നെ കാണും, വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ കാണുമെന്ന് പറയുമ്പോൾ ശാലിനിക്ക് ഒരു കൂസലില്ല. നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും പറയുന്ന തള്ളേ എന്ന രീതിക്കകത്ത് ശാലിനി പറയുന്നുണ്ട്. സത്യഭാമയെ ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും ഞാനും വിഷ്ണുവായിട്ടും തമ്മിലുള്ള ഞങ്ങളുടെ പ്രണയം അത് സത്യമെന്നുള്ള കാര്യം, ഞങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം, ഞങ്ങളുടെ പ്രണയം, ഞങ്ങളുടെ സ്വകാര്യത എന്ന അഹങ്കാരമായി നിൽക്കുന്ന കാലത്തോളം ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഞാനും വിഷ്ണുവായിട്ട് ഒരുമിച്ചുള്ള ജീവിതം തന്നെ ആയിരിക്കും. അപ്പോഴാണ് കേട്ടോ ഒരു സന്തോഷം. അങ്ങനെ പറഞ്ഞു കൊടുക്കടി മോളെ, സത്യഭാമയുടെ മുഖത്തടിച്ചു പോലെ. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട് ഇതെൻ്റെ സ്വകാര്യ അഹങ്കാരം സത്യാമ്മേ, ഇത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, ഉറപ്പായി നടക്കുമെന്ന് എനിക്ക് ദൃഢവിശ്വാസമുള്ള കാര്യം അതുകൊണ്ട് മാത്രം പറയുമെന്ന് പറഞ്ഞ് ശാലിനി സത്യഭാമയുടെ മുഖത്ത് അടിക്കാത്ത അടി പോലെ രീതിയിൽ തൻ്റെ പ്രണയത്തിനോടും വിഷ്ണുവിനോടും തനിക്കുള്ള കോൺഫിഡൻസും അവരുടെ സ്നേഹത്തിനുള്ള അവർ ആ ഒരു വിശ്വാസത്തിന് തുറന്നടിച്ച് പറയുമ്പോൾ സത്യഭാമയ്ക്കിട്ടോട് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ശാലിനി കൊടുക്കുന്നതും സത്യഭാമ വളിച്ചു പോയി നിൽക്കുന്ന കാഴ്ചയാണ് നെക്സ്റ്റ് എപ്പിസോഡിനെ എനിക്ക് നേരം. അപ്പോൾ എല്ലാവരും കാണും, ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് നിങ്ങൾ കമൻസ് ഷെയർ ആരും മറക്കരുത്. ബൈ.